സ്വാമി, പോളിംഗ് ശതമാനം വളരെ ശക്തമായി ഉയരും എന്ന് തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലേക്കാണ് കേരളം മുഴുവൻ ഏതാണ്ട് പോളിംഗ് ബൂത്തിലേക്ക് മിനിറ്റുകൾ പിന്നിടുമ്പോൾ തന്നെ 6.42% കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ പിണറായി വിജയൻ ധർമ്മടത്ത് വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞ പ്രതികരണത്തിലേക്ക് പോകാം. ആ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പിണറായി വിജയൻ നവകേരളം കെട്ടിപ്പടുക്കാൻ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിന് മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. അതിന് കാരണം ജനവിരുദ്ധ നടപടികൾ, അഴിമതി, അതോടൊപ്പം നാട്ടിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികേടുകൾ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ ഇനി അധികാരത്തിലുണ്ടായിക്കൂടാ എന്ന് ജനങ്ങൾ കരുതുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷത വളരെ പ്രധാനമായാണ് കാണുന്നത്. ആ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന് പകരം മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കാനുള്ള നടപടികൾ UDF ഗവൺമെൻറ് സ്വീകരിച്ചു എന്നതും ജനങ്ങൾ ഗൗരവമായി തന്നെ കാണുകയാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് ആപത്ത് വരുത്താൻ വേണ്ടി നിലകൊള്ളുന്ന വർഗീയ ശക്തികൾക്ക് കനത്ത ഒറ്റപ്പെടലാണ് അനുഭവപ്പെടേണ്ടി വരിക. അതോടൊപ്പം UDF വലിയ തകർച്ചയിലേക്കും നീങ്ങും. തീർച്ചയായും സ്വാമി, നമുക്ക് പാലക്കാട് നിന്ന് ലതീഷ് ഉണ്ട്. അവിടുത്തെ പോളിംഗ് ശതമാനം അറിയണ്ടേ? ലതീഷിലേക്ക് പോകാം. സ്വാമി ലതീഷ്, എങ്ങനെയാണ് ആദ്യ 45 മിനിറ്റുകൾ പിന്നിടുമ്പോൾ പോളിംഗ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 7.5% പോളിംഗ് ആണ് ഈ ഘട്ടത്തിൽ പാലക്കാടുള്ളത്. ലതീഷ് ഇല്ല. തീർച്ചയായും ജീവനിലേക്ക് തന്നെ പോകാം. ആലപ്പുഴയിലേക്ക് പോയാൽ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ എത്തുമ്പോൾ ജീവൻ ഏതാണ്ട് 7.5% പോളിംഗ്. അജുംഷാദ്, 7.5% പോളിംഗ് നിരക്കാണ് ഇപ്പോൾ ആലപ്പുഴയുടെ ബൂത്തുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ പല ഭാഗത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തരീക്ഷം മേഘാവൃതമാണ്. മറ്റ് ചില സ്ഥലങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കനത്ത മഴയെയും പ്രകൃതിയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജി സുധാകരനും തോമസ് ഐസക്കും ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വോട്ട് അവരവരുടെ ബൂത്തുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. നിലവിലുള്ള 9 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പ്രകാരം 7 മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്. 2 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ UDFന് വിജയിക്കാനായത്, ചെങ്ങന്നൂരും ഹരിപ്പാടും. അതുതന്നെയാണ് ജീവൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ, ഒരുപക്ഷെ പലയിടത്തും മഴ മൂലം വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ, പോളിംഗ് ബൂത്തുകളിൽ പലയിടത്തും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ അതൊക്കെ പരിഹരിച്ച് ആദ്യ നിമിഷങ്ങളിൽ തന്നെ തുടരാനായി. 7.5% പോളിംഗ് എന്നത് ആലപ്പുഴയെ സംബന്ധിച്ച് എത്രത്തോളമാണ്, ഏത് വിധത്തിലായിരിക്കും ആലപ്പുഴയുടെ പോളിംഗ് ശതമാനം ഉയരുക എന്നൊക്കെ ഈ നിമിഷത്തിൽ വായിച്ചെടുത്തൂടെ ജീവൻ? അജുംഷ, തീർച്ചയായും. കാരണം എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയമായ വലിയ ആഭിമുഖ്യമുള്ളൊരു ജനതയാണ് ആലപ്പുഴ ജില്ലയിലേത്. അവർ രാഷ്ട്രീയമായി ഔന്നിത്യം കാണിക്കുന്ന പലപ്പോഴും ഒരു ജനത കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ ഭാഗതയും പ്രകടിപ്പിക്കുന്നതിനായുള്ള ഏതൊരവസരവും കൃത്യമായി വിനിയോഗിക്കണം എന്ന നിശ്ചയദാർഢ്യമുള്ളവരും കൂടിയാണ്. സാധാരണഗതിയിൽ ആലപ്പുഴയുടെ ഒരു പൊതു പശ്ചാത്തലം വെച്ച് രാവിലെ മുതൽ ഏതാണ്ട് ഒരു 11 മണി വരെ അല്ലെങ്കിൽ ഒരു 11:30 വരെ നല്ല കനത്ത പോളിംഗ് രേഖപ്പെടുത്തുകയും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം